എനിക്ക് ഇന്നലെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ സ്നേഹം ദൈവത്തോട് തോന്നുന്നുണ്ടോ? തോന്നണില്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്, ഉടമ്പടി ആയിട്ടില്ല. ഇപ്പം ചില പറയില്ലേ, ഞാൻ ചാർജ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു മൊബൈലിനെ, പക്ഷേ ആക്ടിവേഷൻ ആയിട്ടില്ല. നമ്മൾ ചാർജ് ചെയ്തതേ ഉള്ളൂ, ആക്ടിവേഷൻ ആയിട്ടില്ല. ഇതുപോലെ തന്നെ ഉടമ്പടി ചെയ്താൽ അത് ആക്ടിവേഷനായാൽ നമുക്കറിയാൻ പറ്റും എന്താണ്, നിങ്ങൾക്ക് മുമ്പത്തേക്കാൾ കൂടുതൽ ദൈവത്തോട് സ്നേഹം തോന്നും, അല്ലെങ്കിൽ നിങ്ങൾ ദൈവസ്നേഹം അനുഭവിക്കും. നമ്മുടെ ഉടമ്പടി ആക്ടിവേറ്റ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയണത് അങ്ങനെയാണ്. എന്താണ്, വല്ലാത്തൊരു ദൈവസ്നേഹം ഫീൽ ചെയ്യും. ദൈവസ്നേഹം ഫീൽ ചെയ്യുക തന്നെയല്ല, നമ്മൾ വേറെ ഒരു ലോകത്തേക്കാരും ദൈവമായിട്ടല്ലേ നമ്മൾ ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കണത്. അപ്പോഴെന്നാ സംഭവിക്കണമെന്നത് ഇതിന് നിഷ തോമസ് പറയുന്നുണ്ടേ, എനിക്ക് ഇംഗ്ലീഷിൽ ഭയങ്കര ബാക്കാണ്. ഞാൻ 10 കൊല്ലമായിട്ട് എനിക്ക് എഡ്യൂക്കേഷണൽ ഗ്യാപ്പുണ്ട്. കരിയർ ഗ്യാപ്പ് മാത്രമല്ല, എഡ്യൂക്കേഷൻ ഗ്യാപ്പുണ്ട്. മെറിറ്റ് ഒരു മെറിറ്റുമില്ല, 0 മെറിറ്റിൽ അടിക്കുക. 0 മെറിറ്റാണ് ഉള്ളത് ഈ നിഷ തോമസിന്. എന്താണ് എഡ്യൂക്കേഷൻ ഗ്യാപ്പ്? പഠിച്ചിട്ട് കുറേ നാളായി. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷിനൊക്കെ ബാക്കാണ്. പ്രൊമട്ടറി, സൗദിയുടെ പ്രൊമട്ടറി അല്ലേ എഴുതുന്നത്. ഏജൻറ്റ് കയറ്റി വിട്ടിരിക്കുകയാണ് കക്ഷിയെ. എന്താണ്, പരീക്ഷ ഒന്നും വേണ്ടെന്നും പറഞ്ഞ്. അതാണ് കളിപ്പായി പോയത്. ഈ നിഷ തോമസിന് ഏജൻറ്റ് പാക്ക് ചെയ്ത് വിട്ടിരിക്കുകയാണ് സൗദിയിൽ. ഇതിന് പരീക്ഷ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ്. എന്നിട്ട് ഇവർക്ക് പറഞ്ഞ പോലെ തന്നെ ഹോസ്പിറ്റലിൽ ജോലിയും കൊടുക്കും. ജോലി കൊടുത്ത് 1 മാസം കഴിയുമ്പോൾ മാനേജറിൻ്റെ കളർ പോവും. അയാൾ പറഞ്ഞ് ദാറ്റ്സ് ഓക്കെ, ക്ലിയർ, പക്ഷേ ഇവിടെ നിങ്ങൾക്ക് തുടരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ പ്രൊമോട്ടർ എഴുതേണ്ടി വരുമെന്ന് പറയും. ഇവളങ്ങോട്ട് ഇരുന്ന് പേർത്ത് പോവാൾ. കാര്യം അവർ ചിന്തിച്ചില്ലല്ല, ആലോചിച്ചില്ലല്ല. 10 കൊല്ലമായി പഠിച്ചിട്ട് ഒരു ടച്ച് ഇല്ല. 10 കൊല്ലമായി. 10 കൊല്ലമായി ജോലി ചെയ്തിട്ട് ഗ്യാപ്പുണ്ട്. ഇനി ഇതെല്ലാം ഇൻസ്പെക്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതോടുകൂടി തിരിച്ച് ഏജൻ്റ് കാശ് കൊണ്ടുപോവുകയും ചെയ്യും. ഇവർക്ക് തിരിച്ചു പോരേണ്ടി വരിക. അപ്പോൾ ഇവളുടെ ജീവിതം വല്ലാത്ത രീതിയിലായിപ്പോയി. അപ്പോൾ എന്നാ ചെയ്യണത്? ആകപ്പാടെയുള്ള പിടിവള്ളി എന്ന് പറയുന്നത് എന്താണ്? ഈ പാവപ്പെട്ടവൾ ചെയ്തിരിക്കുന്ന ഉടമ്പടിയാണ്. ദൈവത്തിനുള്ള പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് മൈൻഡ് സെറ്റിൽ ഉടമ്പടി ചെയ്താലും ദൈവത്തിൻ്റെ മൈൻഡ് സെറ്റിന് മാറ്റമൊന്നുമില്ല. മനസ്സിലായില്ലേ? ദൈവം അതിൽ നമ്മൾ ദൈവത്തോടാണ് ഉടമ്പടി ചെയ്തതെന്ന് ദൈവത്തിന് അറിയാമല്ലോ. അതുകൊണ്ട് ദൈവം അത് പാലിക്കും. ഇവളുടെ ഉള്ളിൽ അമ്മ പറയുന്നുണ്ട് എന്താണ്, നീ പ്രൊമോട്ടർ എഴുത്, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്തോളാമെന്ന്. അതാണ് വിഷയം. ഇവർക്ക് ടച്ചില്ലല്ലോ. അവളെന്നെ പറയും, ഞാൻ ഇംഗ്ലീഷിലൊക്കെ പണ്ടേ ബാക്കാണ്, ഇപ്പോൾ 10 കൊല്ലമേ പഠിച്ചിട്ട് ഇത് എഴുതണമെന്നും പറഞ്ഞാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കണത്. ഇവിടെ വന്നപ്പോഴാണ് ട്രാപ്പിലായത്. ട്രാപ്പാണല്ലേ ശരിക്കും പറഞ്ഞാൽ. ഈ ട്രാപ്പിൽ നിന്ന് ഇവർ ശരീരം ഉരുകി മാറുമ്പോഴും ഉള്ളിൽ നിന്നൊരു ശക്തി പറയും, നീ ഇതിനെ കവർ ചെയ്യും. എന്തുകൊണ്ടാണ്? അമ്മ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ശക്തനായവൻ എനിക്ക് വലിയ അത് ഉടമ്പടി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഫസ്റ്റ് ഫീലിംഗാണ്. ഫസ്റ്റ് ഫീലിംഗ് എന്ന് വെച്ചാൽ അമ്മ ഉടമ്പടി ചെയ്തില്ലേ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കുമെന്ന് പറഞ്ഞല്ലോ. അതല്ലേ മരീൻ ഉടമ്പടിയുടെ ബേസ്? അതല്ലേ, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും എന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞ് മെറിറ്റോറിയസ് ആയിട്ട് ഇത് നടക്കത്തില്ലെന്ന് പറയും. എന്തായതാണ്? എനിക്കതിനുള്ള മെറിറ്റില്ല. അവരുടെ മെറിറ്റിൻ്റെ പ്രശ്നമാണ്, യോഗ്യതയാണ്. എന്താണ്? ഞാൻ പുരുഷനെ ഒരു കുഞ്ഞുണ്ടാകണമെങ്കിൽ പുരുഷനെ അറിയണ്ടേ? അതിലെൻ്റെ മെറിറ്റെന്ന് പറയണത്. ഞാൻ കന്യകയായിട്ട് ജീവിക്കാൻ തീരുമാനിച്ച ആളാണ്. ഇപ്പം ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണെന്ന് പറയും. ഞാൻ ഈ ഫീൽഡിൽ ഇല്ലാത്ത ആളാണ്. അമ്മ കറക്റ്റ് കാര്യം പറഞ്ഞു. 10-16 വയസ്സേ ഉള്ളെങ്കിലും ഇവർ മുഴുവൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കണ കാരണം 16 വയസ്സിന് 64 വയസ്സിൻ്റെ വായിലാണ് ഇവർ സംസാരിക്കണത്. എന്നാ സംസാരിക്കണത്? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഇത് അമ്മ മാത്രം പറഞ്ഞതല്ല. ഇപ്പം ഇവരുടെയും അവസ്ഥ തന്നെയല്ലേ, നിഷ തോമസിൻ്റെ അവസ്ഥ തന്നെയല്ലേ. 10 കൊല്ലമായിട്ടൊക്കെ ടച്ച് ഇല്ല. പിന്നെ ഞാനിതെങ്ങനെ പ്രൊമോട്ടർ എഴുതണത്? ഇതെങ്ങനെ സംഭവിക്കും? എനിക്കറിയത്തില്ലെന്നല്ലേ പറയണത്. എങ്ങനെ സംഭവിക്കുമെന്ന് വെച്ചാൽ ഞാൻ പുരുഷനെ അറിയുന്നില്ല എന്ന് പറഞ്ഞ വാക്കിലല്ല അവസാനിക്കണത്. ദാറ്റ് മീൻസ് എനിക്ക് മെറിറ്റ് ഇല്ല എന്നാണ് എൻ്റെ അത് റീഡ് ഉടമ്പടി ബേസിൽ റീഡ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് നോ മെറിറ്റ് ഇൻ ദിസ് ഫീൽഡ്. ഈ മേഖലയിൽ എനിക്ക് മെറിറ്റ് ഇല്ല എന്നാണ് പറയണത്.
ഈ മെറിറ്റ് ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഉള്ളത്? മെറിറ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്താ വർക്ക് ചെയ്യണത്? അപ്പോൾ പരിശുദ്ധാത്മാവ് മാലാഖ പറയും, അത് ശരിയാണ്, നിനക്ക് മെറിറ്റില്ല എന്ന് എനിക്കറിയാം, പക്ഷേ മെറിറ്റിലല്ലല്ലോ, മെറിറ്റിൽ മാത്രമല്ല ദൈവം കാര്യങ്ങൾ ചെയ്യണത്. അതാണ് ദൈവം എങ്ങനെ കാര്യം ചെയ്യണത്. പരിശുദ്ധാത്മാവും നിന്റെ മേൽ വരും. 1:30 വായിച്ച് ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ലൂക്കാ 1:34 തൊട്ട് വായിക്കുക. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. മറിയം ദൂതനോട് പറഞ്ഞു, ഏറ്റു പറഞ്ഞ മറിയം ദൂതനോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. കണ്ട, എങ്ങനെ സംഭവിക്കും? അറിയുന്നില്ലല്ലോ, ഇല്ലല്ലോ. എങ്ങനെ സംഭവിക്കും? ഇല്ലല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറിറ്റാണ് അടുത്ത വിഷയം. ഓരോ വിഷയത്തിൻ്റെ അകത്തും നമുക്ക് മെറിറ്റ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ സാധ്യത. എങ്ങനെ നടക്കും? 2 കോടി കടമുണ്ടല്ലോ, എനിക്ക് വിറ്റാൽ തന്നെ എൻ്റെ കടം വീട്ടാൻ, എൻ്റെ വീട് സ്ഥലം വിറ്റാൽ പോലും എൻ്റെ കടം വീട്ടാൻ പറ്റത്തില്ലല്ലോ. അതാണ് സാധനം. അതായത് ഇത് നമ്മുടെ എല്ലാ വേദനകൾക്കും പ്രതിസന്ധികൾക്കും അതിൻ്റെ ഡിവൈൻ ഫോർമാറ്റ് ആദ്യം ദൈവത്തിരുസന്നിധി വെക്കുന്നത് അമ്മയാണ്. ഇപ്പോൾ നമ്മൾ പറയും, എനിക്ക് 2 കോടി കടമുണ്ടല്ലോ, എൻ്റെ ഫാക്ടറി വിറ്റാൽ പോലും എനിക്ക് കടം അടക്കാൻ പറ്റത്തില്ലല്ലോ. അത് തന്നെയാണ് സംഭവം. അത് തന്നെയാണ് 1:34 പറയുന്നത്. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ മെറിറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഒരു വിഷയം നടക്കണമെങ്കിലുള്ള കപ്പാസിറ്റി മെറിറ്റാണ്. അതില്ലാത്ത അവസ്ഥ ഉണ്ടാകാം. ഇപ്പോൾ നിങ്ങൾ ചിലർ എന്നോട് പറയും, അച്ഛാ വീടില്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിക്കും, സ്ഥലമുണ്ടോ? സ്ഥലവും ഇല്ലെന്ന് പറയും. വീടില്ലെന്ന് പറയും, സ്ഥലമുണ്ടോ? സ്ഥലവും ഇല്ലെന്ന് പറയും. അപ്പോൾ ഞാൻ ചിരിക്കും. എന്താ കാര്യം എന്നറിയും, ഇവർക്ക് ടോട്ടൽ മെറിറ്റില്ല. ഇവർക്ക് ടോട്ടൽ മെറിറ്റില്ല. ഇനി ഇവർക്ക് ദൈവം ഒന്നേന്നും പറഞ്ഞ് എല്ലാം ചെയ്യണം. ഇവർ വൃത്തിയും മെനയുള്ള സ്ത്രീയാണ് അല്ലെങ്കിൽ പുരുഷനാണ്, ഇതുമായിട്ടേ പോകത്തുള്ളൂ, ദൈവമായിട്ടേ പോകത്തുള്ളൂ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇവർക്ക് 90 ദിവസത്തിനുള്ളിൽ സാധനം അസൈൻഡാവും. കാര്യം ഒന്നും ഇല്ലായ്മയാണില്ല നമ്മുടെ എല്ലാത്തിൻ്റെ ഉള്ളായ്മയുടെ ആദ്യ രൂപം എന്ന് പറയണത്. അതായത് നമ്മൾക്ക്, ഞാൻ നേരത്തെ നിങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ ചിലപ്പോൾ നെറ്റി തുളിച്ച് കാണും, നിങ്ങൾ ഇങ്ങനെ മീഡിയേറ്ററായിട്ട് നിങ്ങളെ സഹായിക്കാൻ എല്ലായിടത്തും ആളെ നിർത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം ദരിദ്രന്മാരാകുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അവിടെ അങ്കിളുണ്ട്, ഇവിടെ ആൻറ്റി ഉണ്ട്, അവിടെ കൊച്ചാപ്പനുണ്ട്, അവിടെ വല്യപ്പനുണ്ട്, വല്യപ്പൻ്റെ മക്കളുണ്ട്, കസിൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ. അവസരം കൊണ്ടേ പോകത്തുള്ളൂ. നിങ്ങൾ മനസ്സിലായില്ലേ? നിങ്ങൾ ഉണ്ടെങ്കിൽ ഇല്ലാത്ത പോലെ ജീവിക്കണം. ദൈവം മാത്രം ആണ് ഉള്ളത്. ഇവരൊക്കെ ഉണ്ടാകാം, ദൈവം തന്നതല്ലേ. അത് ദൈവം തന്നതല്ലേ. അങ്കിളായാലും ആൻറ്റി ആയാലും ആരായാലും കൊച്ചാപ്പനായാലും ആര് തന്നാണ്? ദൈവം തന്നാണ്. എല്ലാം ഉണ്ടെങ്കിലും ദൈവം ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഇല്ലായ്മ ഫീൽ ചെയ്യണം നമുക്ക്. മനസ്സിലായി? ഇതുപോലെ തന്നെയാണ് ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങളെന്താ ചെയ്തിരിക്കണത്? നിങ്ങളെ ടോട്ടൽ ഇല്ലായ്മയിലേക്ക് ദൈവം പുതിയ പദ്ധതിയുമായിട്ട് വരികയാണ്. എന്താ ചെയ്യണത്? അതായത് നമ്മൾ പരിശുദ്ധ അമ്മ ദൈവത്തോട് പറയുന്നൊരു വാക്യമാണ്. എന്താണ്? ഒന്ന് വായിച്ചോ. 1:34 ലൂക്ക 1:34 വായിച്ചേ. ഇതെങ്ങനെ സംഭവിക്കും? ഏറ്റു പറഞ്ഞേ, ഇതെങ്ങനെ സംഭവിക്കും? ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. ദൂതൻ മറുപടി പറഞ്ഞു. ഇത്രയും ക്ലിയർ ആയില്ലേ? അപ്പം മെറിറ്റ് ഇല്ലെന്നുള്ള അമ്മ പറഞ്ഞല്ലോ, ഇല്ലേ? ഇനി ഇതെങ്ങനെ വർക്കൗട്ട് ചെയ്യണത്? ഉടമ്പടിയിലേക്ക് പോവുകയാണ്. ഉടമ്പടിയിലേക്ക് പതുക്കെ പോവുകയാണ്. അപ്പം ഉടമ്പടിയിലേക്ക് അമ്മയും ഈ ദൈവവും തമ്മിൽ ഉടമ്പടിയിലോട്ട് പോവുകയാണ്. ഇനി ഉടമ്പടിയിലോട്ട് അങ്ങനെ പോവുകയാണെന്ന്. അപ്പോൾ ആദ്യം അമ്മയുടെ ആ ഒരു ആസ്തി എന്താണെന്നുള്ളത് വെളിപ്പെടുത്തും, നമ്മുടെ ഇല്ലായ്മ വെളിപ്പെടുത്തും. അത് കഴിയുമ്പോൾ ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ. അവനടുത്ത വായിച്ചേ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. അതാണപ്പ, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അതാ 1:35 വന്നത്. അത് ഇല്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്ഷൻ എന്താ ഉള്ളത്? ഇപ്പം നിങ്ങൾക്ക് വീടില്ല, സ്ഥലമില്ല, പ്രായം കൂടിപ്പോയി, പെണ്ണ് കെട്ടിയിട്ടില്ല, അങ്ങനെ കുറേ ഇല്ലായ്മ വരികയില്ലേ. ഇങ്ങനെ അതിനെല്ലാം നിങ്ങൾക്ക് മാനുഷികമായി പറഞ്ഞാൽ ഇല്ലെന്ന് തന്നെ വിചാരിക്കുക. മാനുഷികമായി പറഞ്ഞാൽ ഇല്ലാത്തവരിവിടെ ജീവിക്കണ്ടേ? മനുഷ്യന്മാർക്ക് ജീവിക്കേണ്ടിയിരിക്കും. പക്ഷെ നിന്നെ സൃഷ്ടിച്ച നിന്റെ ദൈവത്തിന്
നീ ജീവിക്കണം എന്നതുകൊണ്ടാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചുകൊണ്ട് മെറിറ്റിലല്ലെങ്കിൽ ഇത് ഗ്രേസിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞത്. കൈ ഇടിച്ച് കർത്താനോടെ സന്തോഷത്തോടെ പരിശുദ്ധ പരമദീപകാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. അപ്പൊ മെറിറ്റിലെ ഇത് യോഗ്യതയിലെ ഇത് വർക്ക് ചെയ്യത്തില്ല എന്നുണ്ടെങ്കിൽ ഉടനെ ദൈവരഹസ്യം വെളിപ്പെടുക. എന്താ പറയണത്? പരിശുദ്ധാത്മാവ്. ലൂക്കാ 1:35 എന്താ പറയണത്? പരിശുദ്ധാത്മാവ് പറഞ്ഞേ നിന്റെ മേൽ വരും. ഇനി പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരുമെന്ന് പറയുമ്പോഴേ ഉടമ്പടി പ്രകാരം നമുക്ക് ലഭിക്കേണ്ടത് എന്താണ്? ശക്തിയാണ് ലഭിക്കേണ്ടത്. മനസ്സിലായില്ലേ? പിന്നീട് എനിക്ക് ചെവിക്ക് വേദനയുണ്ടായിരുന്നു. അന്നും ഞാനിതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു, ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാം, എൻ്റെ ചെവിക്ക് വേദന മാറ്റിത്തരണേന്ന്. അതും മാതാവ് സൗഖ്യമാക്കി തന്നു. കൂടാതെ എൻ്റെ കാലിൽ വെരിക്കോസ് വെയിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതിവിടെ ഒരു മുറിവുണ്ടായിട്ട് അത് കരിയാതെ വന്നു. അപ്പോൾ ഡോക്ടറെ എടുക്ക പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് ഓപ്പറേഷൻ ചെയ്താലേ മാറത്തുള്ളൂ, സുഖമാകത്തുള്ളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ അനസ്തേഷ്യയുടെ ഡോക്ടറെ വരെ കണ്ടു. അപ്പോഴവിടുന്ന് ബ്ലഡ് കുറവാണെന്ന് പറഞ്ഞ് വീണ്ടും നീട്ടിവെച്ചു. അപ്പോൾ ഞാൻ മാതാവിനോട് പ്രത്യേകം വീണ്ടും പ്രാർത്ഥിച്ചു, എൻ്റെ കാലിൽ നിന്ന് എത്രയും വേഗം ഇത് സുഖമാക്കി തന്ന് ഞാനിവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാവേ അമ്മയെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ കാല് സുഖമായി, ഇപ്പം യാതൊരു കുഴപ്പമില്ല, സുഖമായിരിക്കുന്നു. ഒരു കാര്യം കൂടി പറയാനുണ്ട്. എനിക്ക് നടുവേദനയായിരുന്നു. അത് പക്ഷേ ഞാൻ ഉടമ്പടിയിലൊന്നും വെച്ചില്ല. ഉടമ്പടി എഴുതിയ സമയത്ത് ഞാനതൊന്നും എൻ്റെ വേദനയുടെ കാര്യമൊന്നും ഞാൻ ഓർത്തതേ ഇല്ല. എനിക്ക് നടുവേദന കൂടി ഒരു ദിവസം രാത്രിയിൽ വേദനയായിട്ട് വളരെ വിഷമിച്ചു. അന്നേരം ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കിടന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ രാത്രി കുറേ ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ നടുവിന് ഭയങ്കരമായ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. അപ്പം ഞാൻ എഴുന്നേറ്റ്, ഞങ്ങളുടെ വീട് പഴയ വീടാണ്, മഴവെള്ളം വീണാന്നും പറഞ്ഞിട്ട് എഴുന്നേറ്റ് ടോർച്ച് അടിച്ച് നോക്കിയിട്ട് വെള്ളമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ വീണ്ടും ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. രാവിലെ എഴുന്നേറ്റപ്പം മുതൽ എനിക്ക് നടുവേദനയുടെ പ്രശ്നമേ ഇല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അമ്മ എന്നെ തൊട്ടതാണെന്ന്. എല്ലാം മാതാവിൻ്റെ ഉടമ്പടി തൈലം ഉപയോഗിച്ചാണ് ഞങ്ങൾ ചെയ്തത്. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ഹെൻറി ജോർജ് എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ ഓച്ചിറയിൽ നിന്നാണ് വരുന്നത്. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് 2017 എനിക്ക് ഹൃദയ സംബന്ധമായ രോഗത്താൽ ബൈപ്പാസ് ചെയ്യേണ്ടി വന്നു. ഞാൻ 8/5/2018 ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അച്ഛനെ പല പ്രാവശ്യം കാണുകയും തൈലം ഉപയോഗിച്ച് ആ വേദനകളും നീരും എല്ലാം പ്രാർത്ഥിച്ചപ്പോൾ പൂർണ്ണമായും മാറിക്കിട്ടുകയും രണ്ടാമത്തെ നിയോഗം ഞാൻ സമർപ്പിച്ചിരുന്നത് എൻ്റെ വൈഫിൻ്റെ തൈറോയ്ഡ് രോഗങ്ങൾ പൂർണ്ണമായും മാറിക്കിട്ടുന്നതിന് വേണ്ടിയും പിന്നെ കഴുത്തിൻ്റെ പുറകുവശത്തായിട്ട് ഒരു വെള്ളപ്പാണ്ട് പോലെ വരുന്ന രോഗമുണ്ടായിരുന്നു. അത് മാറിക്കിട്ടുന്നതിനായും ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ആ തേൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഞങ്ങളത് പുരട്ടിയപ്പോൾ ആ രോഗങ്ങളെല്ലാം മാറുകയും മൂന്നാമത് അതിൽ വലിയൊരു ഉപകാരം മാതാവ് എനിക്ക് ചെയ്തു തന്നു. ഞങ്ങൾക്ക് 8 ലക്ഷം രൂപ കടമുണ്ടായിരുന്നു. അപ്പോൾ ആ വസ്തുവും വീടും വിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പല പ്രാവശ്യം അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു താമസമുണ്ട്, വസ്തുവും വീടും പൂർണ്ണമായിട്ടും വിൽക്കുമെന്ന് പറഞ്ഞു. എന്നാൽ ഈ 2022 മാർച്ച് മാസത്തിൽ ആ വസ്തുവിൻ്റെ 4 സെൻറ്റ് വസ്തു ഞങ്ങൾക്ക് കടമുള്ളതായ 8 ലക്ഷം രൂപയ്ക്ക് വിൽക്കുവാൻ തക്കണം ഞങ്ങളെ മാതാവ് അനുഗ്രഹിക്കുകയും ചെയ്തു. മൂന്നാമത്തെ നിയോഗം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത് എൻ്റെ സഹോദരിയുടെ മരുമകൾക്ക് വേണ്ടിയായിരുന്നു. അവർക്ക് കാനഡയിൽ പോകുവാൻ വിസ ഒരുക്കി കൊടുക്കണമെന്ന് പ്രാർത്ഥനയിൽ ഞാൻ സമർപ്പിച്ചിരുന്നു. ആ നിയോഗവും 2021 ഡിസംബർ 20 സാധിച്ചു കൊടുക്കുകയും അവർ കാനഡയിൽ പോകുവാനും അമ്മ ഈശോയും അത്ഭുതങ്ങളും അതിശയങ്ങളും പ്രവർത്തിച്ചു. എൻ്റെ പേര് മോളുക്കുട്ടി. ഞാൻ കാഞ്ഞിരപ്പള്ളിയിൽ നിന്നിരുന്നു. 2021 നവംബർ 23
ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:43. എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരുവാനുള്ള ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ യൂട്രസിൽ മുഴയായിട്ടാണ് ഞാനിവിടെ വന്നപ്പോൾ ശക്തിയായ നടുവേദനയും എനിക്ക് ഉണ്ടായിരുന്നു. ഇവിടെ വന്ന് ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി തൈലവും വെഞ്ചരിച്ച ഉപ്പും ഞാൻ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞാൻ ഓപ്പറേഷൻ കൂടാതെ എൻ്റെ ആ മുഴ മാറിക്കിട്ടി. അതുപോലെ പൈൽസിൻ്റെ അസുഖവും 20 വർഷമായ ഗ്യാസിൻ്റെ അസുഖവും മാറിക്കിട്ടി. എൻ്റെ രണ്ടാമത്തെ നിയോഗം, എനിക്ക് 13 ലക്ഷം രൂപ ഞങ്ങൾക്ക് കടമുണ്ടായിരുന്നു. അത് വീട്ടാൻ ഞങ്ങൾക്ക് നിർവാഹമില്ലായിരുന്നു. ഞങ്ങളുടെ സഹോദരന്മാർ പലരും കൂടി ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം 2 മാസത്തിനുള്ളിൽ ആ കടം വീട്ടി. മൂന്നാമത്തെ നിയോഗം, എൻ്റെ മോൾക്ക് BSc നഴ്സിംഗ് പഠിക്കുന്ന മോൾക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് 10,000-ൽ ഒരാൾക്ക് കിട്ടുന്ന സ്കോളർഷിപ്പ് അനുവദിച്ചു. പിന്നെ ഈ ഉടമ്പടി വയ്ക്കാത്ത നിയോഗങ്ങളാണ് സാധിച്ചു കിട്ടിയത്. ഞാൻ എൻ്റെ കൂട്ടുകാരിക്ക് 5 വർഷമായി 8 കാല് കടിച്ച് നീരും വേദനയുമായിട്ട് ചൊറിയുമായിരുന്നു. ആ ചേച്ചിയുടെ അടുത്ത് കൃപാസന മാതാവിൻ്റെ കാശുരൂപം കൊണ്ടുപോയി വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ 2 ദിവസം കൊണ്ട് അത് മാറിക്കിട്ടി. ഇപ്പോൾ മരുന്നില്ല. അതുപോലെ എൻ്റെ ആങ്ങളയുടെ മകന് ശക്തിയായ തലവേദനയുണ്ടായി. പല ഹോസ്പിറ്റലുകളിലും കാണിച്ചിരുന്നു. അവന് സ്കൂളിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ചത്തെ ആരാധനയിൽ ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ കൊച്ചിന് യാതൊരു കുഴപ്പവുമില്ല. ഇപ്പം മിടുക്കനായി സ്കൂളിൽ പോകുന്നു. തറവാട് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. ആ വീട്ടിൽ കൊണ്ടുപോയി ഉപ്പ് വിതറി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 ദിവസം കഴിഞ്ഞപ്പോൾ യാതൊരു പിണക്കവുമില്ലാതെ അവർ ആ വീട്ടിൽ നിന്ന് മാറി താമസിച്ചു. ഇപ്പോൾ സന്തോഷത്തോടെ കഴിയുന്നു. ഇത്രയും പിന്നെ പിണങ്ങിയിരുന്ന ഒരു വ്യക്തിയുടെ പിണക്കം മാറി. ഇത്രയും അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ടിജി ജസ്റ്റോ. എൻ്റെ ഹസ്ബൻഡ് ജസ്റ്റോ പൗലോസ്. ഞങ്ങൾ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട രൂപതയിലുള്ള വൈന്തല ഇടവകയിൽ നിന്നാണ്. ആദ്യമേ തന്നെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരസാക്ഷികളായി ഞങ്ങളെ ഈ ആൾത്താരയിൽ ഉയർത്തിയതിനോർത്ത് ഒത്തിരി നന്ദി പറയുന്നു. ഞങ്ങളിവിടെ ആദ്യമായി ഉടമ്പടി എടുക്കാൻ വന്നത് ഈ വർഷം ജാനുവരി 28-ാം തീയതിയാണ്. ഞങ്ങളിവിടെ ഉടമ്പടി എടുക്കാൻ വന്ന സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ 2 വർഷം മുൻപ് ഓസ്ട്രേലിയക്ക് വിസയ്ക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്കത് റിജക്ഷൻ ആയിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഭയങ്കര ഒരു ഡിപ്രഷനും വിഷമവും ഒക്കെ അതിലെ കൂടെ കടന്നു പോകുമായിരുന്നു. ആ സമയത്താണ് കൊറോണ നാട്ടിൽ വന്നത്. ഞാൻ MA B.Ed പഠിച്ച ആളാണ്. പക്ഷേ എനിക്ക് ജോലിയൊന്നും ആയിട്ടുണ്ടായിരുന്നില്ല. കൊറോണയുടെ ആ സാഹചര്യം. എൻ്റെ പേര് ഷാജി എന്നാണ്. വീട് തൃശ്ശൂർ ഗുരുവായൂരിനടുത്താണ്. ഞാനിവിടെ ചേച്ചിക്ക് വേണ്ടി ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നിരുന്നു. അതിനുശേഷം മാസം തോറും വന്നിരുന്നു. അതിനു വേണ്ടി കാറ് മേടിക്കുകയും ആ കാറിലാണ് നിരന്തരം വന്നിരുന്നത്. ആ കാറ് നഷ്ടപ്പെടുകയും അത് ലോക്ക്ഡൗണിന് മുന്നേ നഷ്ടപ്പെടുകയും 2 കൊല്ലത്തോളം കാറ് നഷ്ടപ്പെട്ടു. അത് നമ്മൾ അതിൻ്റെ പിന്നാലെ ഒരുപാട് കേസിന് പോയി. ഒന്നും നടന്നില്ല. എല്ലാവരും കളിയാക്കി, അതുപോലെ കുറ്റം പറഞ്ഞു, കിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ദൈവം കഴിഞ്ഞ മാസം വണ്ടി നമുക്ക് തന്നു. അതോടൊപ്പം അതിൻ്റെ ഇടയ്ക്ക് മോനുണ്ടായി. ഇവനെ ചെവിട്ടിൽ നിന്ന് വെള്ളം വന്നിട്ട് ഭയങ്കര അസ്വസ്ഥതയും 3-4 ഡോക്ടർമാരെ കാണിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി ഒന്നും നടന്നില്ല. ഞങ്ങളത് യൂട്യൂബിൽ ലോക്ക്ഡൗൺ സമയത്ത് യൂട്യൂബിൽ നോക്കി ഇവിടുത്തെ പ്രാർത്ഥനകളിൽ സജീവമായിരുന്നു. അതുപോലെ തൈലം കയ്യിൽ ഉണ്ടായിരുന്നു, തേനുണ്ടായിരുന്നു, മാതാവിൻ്റെ കുരിശുരൂപം ഉണ്ടായിരുന്നു. ഇത് മാതാവിൻ്റെ കുരിശുരൂപം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി പിന്നീട് അവനെ ആ രോഗത്തിൽ നിന്ന് വിടുതൽ നൽകി. അതുപോലെ
അതുപോലെ ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ഇപ്പം എനിക്ക് വേറൊരു മോനും കൂടി ദൈവം തന്നു, സുഖമായി പോകുന്നു. എത്ര പേർക്ക് ഈ വണ്ടി പറഞ്ഞു പോയായിരുന്നു? പറഞ്ഞു 4 പേർക്ക് വണ്ടി കൈമാറിപ്പോയി. കിട്ടില്ല എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ വാഹനമായിട്ടാണ് ഞാൻ ഇവിടെ വന്നുള്ളത്. എൻ്റെ പേര് ശാലിനി. ഞാൻ കൊല്ലത്തുനിന്ന് വരുന്നത്. ഞാൻ 2019 ഫെബ്രുവരി 10 വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് എൻ്റെ ആദ്യത്തെ നിയോഗം എനിക്ക് ഇച്ചിരി വസ്തു വേണമെന്നായിരുന്നു. ഞാൻ പരിശുദ്ധമ്മയോട് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ 2019 അഖണ്ഡ ജപമാല റാലിയിൽ വന്ന് അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് 4 സെൻറ്റ് വസ്തുവും ഒരു വീടും കൂടി പരിശുദ്ധമ്മ എനിക്ക് തന്ന് അതിന് ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ എനിക്ക് 8 വർഷമായി നട്ടെല്ല് വേദനയായിരുന്നു. പരിശുദ്ധമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ നട്ടെല്ല് വേദന പൂർണ്ണമായി സുഖപ്പെടുത്തി. അതുപോലെ എൻ്റെ മക്കളുടെ വിദ്യാഭ്യാസം അതും ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ മക്കളിപ്പോൾ നന്നായി പഠിക്കുന്നുണ്ട്. എൻ്റെ മൂത്ത മോൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ വാങ്ങിച്ച് മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി. അവൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ തന്നെ ക്ലാസ്സിന് പോയി തുടങ്ങി. അതിനും പരിശുദ്ധമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ അനുജത്തിയുടെ അമ്മയ്ക്ക് ബ്രസ്റ്റ് ക്യാൻസർ ആയിരുന്നു. ഞാൻ അതിൽ നിയോഗത്തിൽ വെച്ചിട്ടില്ല, എങ്കിലും അത് ഞാൻ നിയോഗത്തിൽ വെച്ച് പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായി അമ്മയ്ക്ക് ഓപ്പറേഷൻ ഇല്ലാതെ ഹീമോ ചെയ്താൽ മാത്രം മതിയെന്ന് പറഞ്ഞ് അതിനും പരിശുദ്ധമ്മയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ സാമ്പത്തിക മേഖലകൾ അനുഗ്രഹിച്ചു. എൻ്റെ അച്ഛന് ശ്വാസം മുട്ടായിരുന്നു. പരിശുദ്ധമ്മയോട് ഞാൻ പ്രാർത്ഥിച്ച് എൻ്റെ അച്ഛൻ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാതെ മരുന്നിനും എല്ലാ മാസവും ചെക്കപ്പിന് മാത്രം പോയാൽ മതി. അതിനും പരിശുദ്ധമ്മയ്ക്കും 1000 നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് ആശ ബാബു. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ മാളയിലാണ് എൻ്റെ സ്ഥലം. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നത് 8/8/2018 സെപ്റ്റംബർ മാസത്തിലാണ്. ഞാൻ 6 നിയോഗങ്ങൾ ഇവിടെ സമർപ്പിച്ചിരുന്നു. അതിന് 1ാമത്തെ നിയോഗം 37 വർഷമായിട്ട് എൻ്റെ അപ്പച്ചൻ്റെയൊക്കെ പാർട്ടീഷൻ നടന്നിരുന്നില്ല. പല പ്രശ്നങ്ങൾ കൊണ്ട് അത് മുടങ്ങിപ്പോകായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 9 മാസങ്ങൾക്ക് ശേഷം ഭംഗിയായി പാർട്ടീഷൻ നടക്കാൻ സാധിച്ചു. പിന്നെ 30 വർഷമായിട്ട് എൻ്റെ അപ്പച്ചന് മദ്യപാനം എന്ന ശീലമുണ്ടായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉടമ്പടി എടുത്ത് 4 മാസങ്ങൾക്ക് ശേഷം ഇന്ന് വരെ അപ്പച്ചൻ മദ്യം കഴിച്ചിട്ടില്ല. പിന്നെ അപ്പച്ചൻ്റെ ഒരു പെങ്ങളുണ്ടായിരുന്നു, കല്യാണം കഴിച്ചിട്ടില്ല. ആൾക്ക് ഒരു ഭവനം ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 9 മാസങ്ങൾക്ക് ശേഷം നല്ലൊരു ഭവനം നൽകി മാതാവ് അനുഗ്രഹിച്ചു. എൻ്റെ പേര് സജിനി സജി. എൻ്റെ പേര് സജിനി സജി. ഞാൻ എറണാകുളം ജില്ലയിലെ പൂത്തോട്ട എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാൻ 2019 ജൂൺ 13 ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. എനിക്ക് അതിൽ 4 നിയോഗങ്ങൾ മാതാവ് ഈശോയിൽ നിന്ന് സാധിച്ചു തന്നു. ഞാനത് നേരത്തെ ഇവിടെ വന്ന് ഇപ്പോൾ 2ാമത്തെ സാക്ഷ്യം പറയലാണ്. ഞാൻ നേരത്തെ വന്ന് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് ഒരെണ്ണം കൂടി എനിക്ക് മാതാവ് ഈശോയിൽ നിന്ന് സാധിച്ചു തന്നു. എൻ്റെ ഭർത്താവിന് 30 വർഷമായിട്ട് സിഗരറ്റ് വലി ഉണ്ടായിരുന്നു. അത് പൂർണ്ണമായും മാതാവ് അത് മാറ്റിത്തന്നു. 2ാമത്തേതായിട്ട് എൻ്റെ ചേച്ചിയുടെ മകന് 3 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. അവരും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതാണ്. അവർക്കത് ഉടമ്പടി പുതുക്കി കിട്ടാതിരുന്നത് കൊണ്ട് ഉടമ്പടി പുതുക്കി കിട്ടാതെ കൊണ്ട് അവർ നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഞാൻ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു പെൺകുഞ്ഞിനെ തന്ന മാതാവ് അനുഗ്രഹിച്ചു. 3ാമതായിട്ട് എൻ്റെ മകൾക്ക് BCAക്ക് പഠിക്കുകയായിരുന്നു. അവൾക്ക് നല്ല മാർക്കോടുകൂടി പാസ്സാകുവാനും പിന്നെ പി ജി കോഴ്സായ MSc കമ്പ്യൂട്ടർ സയൻസിന് ചേർക്കുവാനും മാതാവ് ഞങ്ങളെ അനുഗ്രഹിച്ചു. അടുത്തതായിട്ട് എൻ്റെ ഭർത്താവിന് ചൊറിച്ചിൽ രോഗമുണ്ടായിരുന്നു. അത് 3 മാസമായിട്ടുള്ളതായിരുന്നു. അതും ഇവിടുത്തെ ഉടമ്പടി തൈലം പുരട്ടി അതും മാറ്റിത്തന്നു. എൻ്റെ ഭർത്താവിനുണ്ടായിരുന്ന ജോലി കൊറോണ കാലഘട്ടം വന്നപ്പോൾ അത് കൊറോണ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു. ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടതിൻ്റെ ഫലമായിട്ട് നല്ലൊരു ജോലി തന്ന് മാതാവ് ഞങ്ങളെ സഹായിച്ചു.
പിന്നെ എനിക്ക് ഉടമ്പടിയിൽ കിട്ടാത്ത ഒരു അനുഗ്രഹമായിരുന്നു. കഴിഞ്ഞ 50 നോമ്പ് സമയം മുതൽ എനിക്ക് ബ്ലീഡിംഗ് ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം അത് പൂർണ്ണമായും മാറ്റിത്തന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്നിരുന്നു കഴിഞ്ഞ നവംബറിൽ. അതും ഞങ്ങൾക്ക് ഒരു പൈസ പോലും ഇല്ലായിരുന്നു. ഞങ്ങളൊരു മാതാവിൻ്റെ ഒരു പെട്ടി അവിടെ അടുത്ത് വെച്ചിട്ടുണ്ട്. മാതാവിന് എല്ലാവരോടും 1 രൂപയും 10 രൂപയൊക്കെ നേർച്ചയിടെന്ന് പറഞ്ഞ് ഞാനത് ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ പെട്ടിയിലിടും. അങ്ങനെ ഇട്ട പൈസ മാതാവിനോട് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മരുന്നിന് പോയത്. അവിടെ നിന്നും ഒരു പൈസ പോലും ഇല്ലാതിരുന്ന സമയത്ത് സ്ട്രോക്ക് വരികയും ICUയിൽ കയറ്റുകയും അവിടെ നിന്ന് ഞങ്ങൾക്ക് 55,000 രൂപയുടെ അടുത്ത് അവിടെ പൈസ ചിലവാകുകയുണ്ടായി. അതും ഞങ്ങൾക്ക് മാതാവ് ഒരു കടവും കൂടാതെ ഞങ്ങൾക്ക് അവിടുന്ന് പോരുവാനും സുഖപ്പെടുത്തിയും തന്നു. പിന്നെ എൻ്റെ ഭർത്താവിന് വണ്ടി അപകടം 2 പ്രാവശ്യം വണ്ടി അപകടം ഉണ്ടായി. അതിൽ നിന്നും മാതാവ് ഞങ്ങളെ കാത്ത് ഞങ്ങളെ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നു. മാതാവ് ഇത്രയേറെ അനുഗ്രഹങ്ങൾ തന്ന് ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി, പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.